ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം ജാസ്മിന് കപ്പ് കൊടുക്കാൻ ചില കളികൾ നടക്കുന്നതിനെ കുറിച്ചാണ്. വേറെ ഒന്നല്ല, നമ്മൾ തന്നെ കാണുന്നതാണ്. ജാസ്മിൻ എന്ന മത്സരാർത്ഥി നമ്മുടെ പ്രേക്ഷകർക്കിടയിൽ കൂടുതൽ നെഗറ്റീവായിട്ടുള്ള മത്സരാർത്ഥിയാണ്. നെഗറ്റീവായിട്ടുണ്ട്. ജാസ്മിനെ സ്നേഹിക്കുന്നവരുമുണ്ട്, ജാസ്മിനെ വെറുക്കുന്നവരുമുണ്ട്. അത് ജാസ്മിൻ്റെ ഗെയിം ചിലർക്ക് ഇഷ്ടപ്പെടുന്നു, ചിലർക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയാൻ പോകുന്ന അതൊന്നുമല്ല. നമ്മുടെ സാവും ശ്വേതാമേനോൻ വന്നതിന് ശേഷം കൂടുതലും അവർ സ്പെൻഡ് ചെയ്ത് ജാസ്മിനായിട്ട് ശ്വേത കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അത് സംസാരിക്കുന്ന വിഷയം എന്താണ്? നീ നല്ലപോലെ ഗെയിം കളിക്കണം, നീ നല്ലൊരു മത്സരാർത്ഥിയാണ്. പിന്നെ ശ്വേത പറയുന്നുണ്ട് നിന്റെ നാക്ക് നീ സൂക്ഷിക്കുക എന്ന് പറയാം. പക്ഷെ മറ്റുള്ള മത്സരാർത്ഥികളോടൊന്നും ഇത് കാണിക്കുന്നത് നമ്മൾ കണ്ടില്ല. ശരിയല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. എല്ലാവർക്കും ഒരുപോലെ ഇതാണ്. പക്ഷെ ആ ജാസ്മിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇതാണ്. അപ്പോൾ അത് എന്തോ ഇവരോട് പറഞ്ഞു വിട്ടതാണോ, അകത്തുനിന്നുള്ളവർ ഇവരോട് പറഞ്ഞു വിട്ടാണോ ജാസ്മിന് കുറച്ച് ഇത് കൊടുക്കണം എന്നൊക്കെ. പിന്നെ മാറ്റിയിരുത്തി പല സ്ഥലങ്ങളിലും ശ്വേത പോയി ജാസ്മിനെ ഇവിടെ മാറ്റിയിരുത്തി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ചൊക്കെ ഉള്ളത് നമ്മൾ ലൈവിൽ കുറച്ച് ഇതൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് കാണിക്കും. പക്ഷേ നമ്മൾ 9:30 കാണുന്ന നമുക്ക് ആ സമയത്ത് അതെല്ലാം എഡിറ്റഡാണ്. കുറച്ച് ഭാഗം കട്ട് ചെയ്താണ് കാണിക്കുന്നത്, ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. പിന്നെ നമുക്ക് തന്നെ നോക്കാം, ജാസ്മിൻ എന്തെങ്കിലും കുറ്റം ചെയ്താലും അത് ലാലേട്ടൻ അങ്ങനെ ഇപ്പം നമ്മൾ ചൂണ്ടിക്കാണിക്കുക, ലാലേട്ടൻ അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ചെന്ന് ലാലേട്ടൻ ഒന്നും മിണ്ടത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. ജാസ്മിൻ ഒരു ടാസ്കിനിടയിൽ പവർ ടീമിനെ ഊളകളെ എന്ന് വിളിച്ചത്. അപ്പം അങ്ങനെയുള്ളത് പോലും ലാലേട്ടൻ്റെ മുന്നിൽ അഭിഷേകം നില അവതരിപ്പിച്ചു. എന്നിട്ട് പോലും ലാലേട്ടൻ ഒരു പക്ഷേ ജാസ്മിനെ മോളെ എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് ഇതാക്കി വിടുക. ജിൻഡോപ്പനെ തല്ലിയതും ആ ലെവലിൽ അങ്ങോട്ട് വിടുക. ജാസ്മിനെ ആരെങ്കിലും തിരിച്ചു ചെയ്യുവാണെങ്കിൽ അവരത് വേറെ ഇതാക്കിയെടുത്ത് പിന്നെ അവർക്കില്ലാത്ത കുറ്റങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള രീതിയിലേക്ക് ആക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. ജാസ്മിൻ ബിഗ് ബോസിലെ കുണുവാവ എന്നാണ് എല്ലാവരും പറയുന്നത്. പുറത്തുള്ള സംസാരമാണ്, പല ആളുകളും അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതാണോ എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക. ജിൻഡോയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിൽക്കുന്ന ഒരാൾ. നല്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന വ്യക്തിയാണ് ജിൻഡോപ്പൻ. അപ്പോൾ ജിൻഡോപ്പനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക. അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യേണ്ട ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു.